വെൽക്കം. തഹമനാണ്. മൈക്രോബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ മറ്റു പേരാണ് ന്യൂമോകോക്കയെ കുറിച്ചിട്ടാണ്. പക്ഷേ കൂടെ നമ്മൾ ആൽഫ ഹിമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസിനെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകും. കാരണം രണ്ടും ബോത്ത് ആർ ആൽഫ ഹിമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ ആയതുകൊണ്ടാണ് നമ്മൾ കമ്പയർ ചെയ്തൊക്കെ പോകുന്നത്. സോ നമ്മൾ മോർഫോളജി, കൾച്ചർ മെത്തേഡ്സ്, ബയോകെമിക്കൽ ടെസ്റ്റ്, ഡിസീസസ് ആൻഡ് അവസാനം നമ്മൾ ന്യൂമോണിയൽ വാക്സിനെ കുറിച്ച് കൂടി പറയും. സോ ഈ ന്യൂമോണിയ എന്ന് പറയുന്ന രോഗം പ്രധാനപ്പെട്ട ഓർഗാനിസമാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലെങ്കിൽ ന്യൂമോകോക്കൈ എന്ന് പറയുന്ന ഈ ബാക്ടീരിയ. ആൻഡ് വിരിഡൻസ് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് എൻഡോകാർഡൈറ്റിസ് ആണ്. എൻഡോകാർഡൈറ്റിസ് ആണ് വിരിഡൻസിന്റെ സംഭാവന. എന്തായാലും രണ്ട് ഓർഗാനിസവും ബോത്ത് ആർ ഗ്രാം പോസിറ്റീവ് ആണ്, കോക്കൈ ആണ്, ഗ്രാം പോസിറ്റീവ് കോക്കൈ ആണ്. സോ ഗ്രാം സ്റ്റെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കളർ കിട്ടും? നമുക്ക് വയലറ്റ് കളർ കിട്ടും, അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഗ്രാം പോസിറ്റീവ് കോക്കൈ നമ്മൾ രണ്ട് പ്രധാന ഗ്രൂപ്പായിട്ട് നേരത്തെ വീഡിയോയിൽ ക്ലാസ് ചെയ്തിരുന്നു. വൺ വാസ് സ്റ്റെഫൈലോകോക്കയാണ്. സ്റ്റെഫൈലോകോക്കൈ ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് സ്ട്രെപ്റ്റോകോക്കയാണ്, സ്ട്രെപ്റ്റോകോക്കൈ. ആൻഡ് സ്റ്റെഫൈലോകോക്കൈ നമ്മൾ പറഞ്ഞത് കാറ്റലേസ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കാറ്റലേസ് നെഗറ്റീവ് ആണ്. കാറ്റലേസ് നെഗറ്റീവ് ആകുമ്പോൾ ദി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ് ഇത് രണ്ടും ദീസ് ആർ കാറ്റലേസ് നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് എഴുതാം. ഇനി രണ്ടും സ്ട്രെപ്റ്റോകോക്കൈ ആയതുകൊണ്ട് തന്നെ ഓക്സിഡേസ് നെഗറ്റീവ് കൂടിയാണ്. സോ അടുത്തത് ഇറ്റ് ഈസ് ഓക്സിഡേസ് നെഗറ്റീവ് ആണ്. സോ ദാറ്റ്സ് എ ഡിസ്റ്റിങ്ഷൻ ഫ്രം മൈക്രോകോക്കൈ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ആണ്. ഇനി സ്ട്രെപ്റ്റോകോക്കയുടെ കോളനീസ് നമ്മൾ പറഞ്ഞത് കോളനീസ് ചെയിൻ ആയിട്ടാണെന്നാണ് പറഞ്ഞത്, അല്ലെ? ചെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ. സ്റ്റെഫൈലോകോക്കയുടെ കോളനി നമ്മൾ പറഞ്ഞത് ഗ്രേപ്പ് പോലെ ഇങ്ങനെയാണ്. ഇത് ചെയിൻ ആയിട്ടാണ്. കോക്കൈ എന്ന് പറയുമ്പോൾ ഞാൻ വരച്ചത് റൗണ്ട് ആയിട്ടാണ്. സോ റൗണ്ട് ഓർ സർക്കിൾ ആണ്. ആൻഡ് വിരിഡൻസിന് ഇത് ഓക്കെ ആണ്. പക്ഷേ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഇൻ കേസ് ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഇവ എപ്പോഴും ഇരട്ടകളായിട്ടാണ് കാണുക. ഇരട്ടകൾ ആയിട്ടാണ് നമ്മൾക്ക് ഇതിനെ കാണാൻ പറ്റും. ഇൻ പെയേഴ്സ് ഓർ ഓൾവേസ് പെയർഡ് ആണ്. സോ അതുകൊണ്ട് ഇവയെ ഡിപ്ലോകോക്കൈ എന്ന് വിളിക്കാം. രണ്ടായിട്ടിരിക്കുന്നതുകൊണ്ട് ഡിപ്ലോകോക്കൈ ആണ്. സോ ടു ബാക്ടീരിയ occurring ടുഗദർ. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇവയൊക്കെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിപ്ലോകോക്കൈ ന്യൂമോണിയെ എന്നും നമുക്ക് ഇതിന് പേര് വിളിക്കാം. സോ അങ്ങനെ ഒരു പേരുണ്ട്. ഇനി ഈ ന്യൂമോകോക്കയുടെ ഷേപ്പ് ഇത് ഞാൻ അത്ര സ്ഫെറിക്കലോ റൗണ്ട് ആയിട്ടല്ല ഞാൻ വരച്ചത്. ഇത് ഞാൻ വരച്ചത് ഏകദേശം നോക്കി കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് ഷേപ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക, ബുള്ളറ്റ് ഷേപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ ഫ്ലെയിം ഷേപ്പ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ വിളിക്കുക ലാൻസിയോലേറ്റ് ഷേപ്പ് എന്നാണ്. ലാൻസിയോലേറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. വീതി കൂടിയ ഒരു ഭാഗം, അത്ര വീതിയില്ലാത്ത പോയിന്റഡ് ആയിട്ടുള്ള വാല് പോലുള്ള മറ്റൊരു ഓപ്പോസിറ്റ് ഭാഗം. സോ അപ്പൊ നമുക്ക് വരയ്ക്കുക. കുറച്ച് വലുതായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇപ്പുറത്തും അതേപോലെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കും. സോ വൺ എൻഡ് ബ്രോഡ് ആൻഡ് ഇലോങ്ങേറ്റഡ് ഓർ പോയിന്റഡ്, അതർ എൻഡ് ആണ്. ഡിപ്ലോകോക്കൈ ആണെന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരെണ്ണം കൂടി ഞാൻ വരച്ചിട്ടുണ്ട്. ആൻഡ് ഇനി ഈ രണ്ട് ബാക്ടീരിയയുടെയും ചുറ്റും ഇങ്ങനെയാണ് ഒരു ക്യാപ്സ്യൂൾ ഉള്ളത്. ചുറ്റും ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. സോ ദിസ് ഈസ് ക്യാപ്സുലേറ്റഡ് ആണ്. സോ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഈസ് ക്യാപ്സുലേറ്റഡ് ആണ്. ന്യൂമോകോക്കൈ രണ്ട് ബാക്ടീരിയ ഓർ പെയറിന്റെ ചുറ്റുമാണ് ഈ ക്യാപ്സ്യൂൾ ഉള്ളത്. സോ ഇൻസൈഡ് ദ ക്യാപ്സ്യൂൾ ടു ബാക്ടീരിയ ടുഗദർ ആയിട്ടാണ് കാണുക. സോ ക്യാപ്സ്യൂൾ ഉണ്ട്. പക്ഷെ വിരിഡൻസ്, ഇൻ കേസ് ഓഫ് വിരിഡൻസ് ഇറ്റ് ഈസ് നോൺ ക്യാപ്സുലേറ്റഡ് ആണ്. നോൺ ക്യാപ്സുലേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, ഇത് സ്പോർ ഫോമിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ബോത്ത് ആർ നോൺ സ്പോർ ഫോമിംഗ് ആണ്. രണ്ടിനും സ്പോർ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ അടുത്ത ചോദ്യം, വെദർ ഇറ്റ് ഈസ് മോട്ടൈൽ ഓർ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതും രണ്ടും നോൺ മോട്ടൈൽ ആണ്. ബോത്ത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആയാലും വിരിഡൻസ് ആയാലും നോൺ മോട്ടൈൽ ആണ്. അടുത്ത ചോദ്യം, ഇത് എയറോബ്സ് ആണോ അനൈറോബ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എയറോബ് ആണെന്ന് എഴുതാം. ദെൻ പ്ലസ് ഫാക്കൽറ്റേറ്റീവ് അനൈറോബ് കൂടിയാണ്. ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ് ആണ്, എയറോബ്സ് ആണ്. ഇനി സ്ട്രെപ്റ്റോകോക്കയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ഹീമോലിസിസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ബ്ലഡ് അഗർ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. നമ്മൾ 3 ഗ്രൂപ്പാണ് പറഞ്ഞത്. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാർഷ്യൽ ഹീമോലിസിസ് ഉണ്ടാക്കുന്ന ആൽഫ ഗ്രൂപ്പാണ് ഒരെണ്ണം പറഞ്ഞത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് കംപ്ലീറ്റ് ഹീമോലിസിസ് ഉണ്ടാക്കുന്ന ബീറ്റ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് നമ്മൾ പയോജനീസ് പറഞ്ഞു, സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസ്, അഗലാക്റ്റിയെ അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളൊക്കെ പറഞ്ഞു. പറഞ്ഞത് നോ ഹീമോലിസിസ് ഉണ്ടാക്കുന്നതിന് എൻറ്ററോകോക്കയാണ്. സോ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് നമ്മളിപ്പോൾ പറയുന്ന ഇത് ആൽഫ ഗ്രൂപ്പിൽ വരുന്നതാണ്. ദാറ്റ് മീൻസ് പാർഷ്യൽ ഹീമോലിസിസ് ഉണ്ടാക്കുന്നതിലാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ വരുന്നത്.
സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ് ഇതൊക്കെ വരുന്ന ഇതിനകത്താണ്. സോ ദീസ് ആർ ആൽഫ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് ആണ്. സോ ദിസ് ഈസ് ആൽഫ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് ആണ് ഇത് രണ്ടും. ദാറ്റ് മീൻസ് ബ്ലഡ് അഗറിൽ ബാക്ടീരിയൽ ഗ്രോത്തിന്റെ ചുറ്റും ഒരു 1 to 2 മില്ലിമീറ്റർ ഒരു വിട്ടിൽ ഒരു ഗ്രീനിഷ് കളർ സോൺ ആണ് കാണുക. ഗ്രീനിഷ് കളർ ഇല്ലാത്ത സോൺ അല്ല, ഗ്രീനിഷ് കളർ സോൺ ആയിരിക്കും കാണുക. മാർജിൻ ഇൻഡെഫിനിറ്റ് ആയിരിക്കും ബിക്കോസ് ഹീമോഗ്ലോബിൻ ഈസ് കൺവേർട്ടഡ് ടു ബിലിവെർഡിൻ ആയിട്ട് മാറുന്നുണ്ട്. ബിലിവെർഡിൻ ആയിട്ട് മാറുകയാണ്. സോ ഇങ്ങനെ കിട്ടുന്ന ഈ ആൽഫ ഹീമോലിറ്റിക് ഗ്രൂപ്പിനെ നമ്മൾ 2 ഗ്രൂപ്പ് ആക്കി. ഒന്ന് വിരിഡൻസ് ഗ്രൂപ്പ്, ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഗ്രൂപ്പ്. സോ വിരിഡൻസ് ഉണ്ട്. വിരിഡൻസ് അല്ലാതെ പിന്നെ ഉള്ളത് മിറ്റിസ് ഉണ്ട്, പിന്നെ ഉള്ളത് മ്യൂട്ടൻസ് ഉണ്ട്, പിന്നെ ഉള്ളത് സ്ട്രെപ്റ്റോകോക്കസ് സലൈവാരിസ് എന്ന് പറയുന്നതുണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് സാങ്ക്യൂസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരുന്ന മറ്റ് ബാക്ടീരിയകളാണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഇതിനകത്ത് ഒരാളേ ഉള്ളൂ. ആൻഡ് ഈ വിരിഡൻസിന്റെ സോൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള സോണാണ്. 1 to 2 മില്ലിമീറ്റർ എന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള സോണാണ്. വൈഡ് സോൺ ഓഫ് ഹീമോലിസിസ് ഉള്ളതാണ് സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ് ഗ്രൂപ്പിന്. ഇനി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ നമ്മൾ ഈ കൾച്ചർ മീഡിയയിൽ കുറച്ച് കൂടുതൽ നേരം വളർത്തുകയാണെന്ന് വെച്ചാൽ 18 hours പ്ലസ് വളർത്തി കഴിഞ്ഞാൽ ഓരോ കോളനിയുടെ നടുവിലും സെന്റർ ഓഫ് ഈച്ച് കോളനി ദേ ഷോ എ ഡിപ്രഷൻ. സോ ഇവിടെ ഒരു കോളനിയാണെന്ന് ജസ്റ്റ് വിചാരിക്കുക. ഇവിടെ സെന്ററിൽ ഒരു ഡിപ്രഷൻ കാണും. ആൻഡ് ചുറ്റും ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് റിംഗ് പോലെയും കാണും. നടുവിൽ ഒരു ഡിപ്രഷൻ, ചുറ്റും കോൺസെൻട്രേറ്റഡ് റിംഗ്. സോ ഇതിനെ നമ്മൾ പറയാ കാരം കോയിൻ ഡിസൈൻ എന്നാണ്. കാരം കോയിൻ ഡിസൈൻ എന്ന് വിളിക്കും. അപ്പിയറൻസ് അല്ലെങ്കിൽ ഡ്രോട്ട്സ്മാൻ അപ്പിയറൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ നടുവിലെ ഡിപ്രഷൻ ഡ്യൂ ടു ഓട്ടോലിസിസ്. ഇവിടെ നടുവിൽ ഓട്ടോലിസിസ് ഓഫ് ബാക്ടീരിയ നടക്കുന്നതുകൊണ്ടാണ്. സോ സെൻട്രൽ അംബനേഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് റിംഗ് ഓൺ ദ സർഫസ് ഇങ്ങനെ കാണും. ഇനി ഈ കൾച്ചർ നമ്മൾ അനൈറോബിക് ആയിട്ടാണ് വളർത്തുന്നതെങ്കിൽ, അനൈറോബിക് കൾച്ചർ ആയിട്ട് വളർത്തുകയാണെങ്കിൽ ദിസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഷോസ് ബീറ്റാ ഹീമോലിസിസ് ആണ്. ആൽഫ ഹീമോലിസിന് പകരം അനൈറോബിക് എങ്കിൽ ബീറ്റാ ഹീമോലിസിസ് ആയിരിക്കും ഉണ്ടാക്കുക. കാരണം ഇതിൽ ഓക്സിജൻ ലെവലായിട്ടുള്ള ന്യൂമോലൈസിൻ ഓ എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ടാണ്. ആൻഡ് ഇനി ഇത് ലിക്വിഡ് മീഡിയയിൽ വളർത്തിയാലോ, ലിക്വിഡ് മീഡിയ ഉദാഹരണത്തിന് ഗ്ലൂക്കോസ് ബ്രോത്തിലേക്ക് വളർത്തിയാൽ, ഗ്ലൂക്കോസ് ബ്രോത്തിൽ വളർത്തി കഴിഞ്ഞാൽ ദർ ബി ടർബിഡിറ്റി, അതിനകത്ത് ടർബിഡിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ആൽഫ ഹീമോലിസിസ് ഉണ്ട്. സോ ദീസ് ആർ ആൽഫ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കയാണ്. ഇനി നമുക്ക് അറിയേണ്ടത് സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ് ആണോ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ടെസ്റ്റ്. സോ ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്. വൺ ഈസ് ഓപ്റ്റോച്ചിൻ സെൻസിറ്റിവിറ്റി ആണ്. ഓപ്റ്റോച്ചിൻ എന്ന് പറയുന്ന സംഭവത്തോട് സെൻസിറ്റീവ് ആണോ റെസിസ്റ്റന്റ് ആണോ എന്നറിയാനാണ്. സോ ഓപ്റ്റോച്ചിൻ സെൻസിറ്റീവ് ആണെങ്കിൽ അത് ദിസ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ്, സെൻസിറ്റീവ് ആണ്. ആൻഡ് വിരിഡൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു ഓപ്റ്റോച്ചിനോട് റെസിസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ ടെസ്റ്റ് ബൈൽ സോലുബിലിറ്റി ടെസ്റ്റ് ആണ്. ബൈൽ സോലുബിലിറ്റി ടെസ്റ്റിൽ ബൈൽ സോലുബിൾ ആണെങ്കിൽ, സോ ഇഫ് ഇറ്റ് ഈസ് സോലുബിൾ ആണെങ്കിൽ അത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ്. ഇഫ് ഇറ്റ് ഈസ് ഇൻസോലുബിൾ ആണെങ്കിൽ അത് സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ് ആണ്. ബൈൽ സോലുബിൾ ആവാനുള്ള കാരണം പറഞ്ഞാൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിലെ ഓട്ടോലിറ്റിക് അമിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അമിഡേസ്നോ നമുക്ക് വിളിക്കാം. സോ സർഫസ് ആക്റ്റീവ് ഏജന്റ്സ് ലൈക്ക് ബൈൽ ഓർ ബൈൽ സോൾട്സ് ക്യാൻ ആക്ടിവേറ്റ് ദിസ് അമിഡേസസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അമിഡേസസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ബോണ്ട് ബിറ്റ്വീൻ അലാനിൻ ആൻഡ് നമുക്ക് ഇത് വരച്ചു കഴിഞ്ഞാൽ NAG സെൽ വാൾ, പെപ്റ്റിഡോഗ്ലൈക്കാൻ ആണ് വരയ്ക്കുന്നത്. NAM വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ 5 ഇതുണ്ട്. സോ ഇവിടെ ഈ അലാനിൻ എന്ന് പറയുന്ന ഇതും ഗ്രാമിക് ആസിഡുമായിട്ടുള്ള ആ കണക്ഷൻ അങ്ങ് വിടിയിപ്പിക്കുകയാണ്. സോ പെപ്റ്റിഡോഗ്ലൈക്കാൻ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് സോലുബിൾ ആവും. സോ ബാക്ടീരിയൽ സൂയിസൈഡ് നടക്കുന്നത് മൂലം ബൈലിൽ സോലുബിൾ ആകും. പക്ഷെ ഇത് ഇൻസോലുബിൾ ആണ്. സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ് ബൈലിൽ സോലുബിൾ അല്ല എന്നുള്ളതാണ്. സോ അപ്പൊ ഇതൊരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി മൂന്നാമത്തെ ഒരു ടെസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇനുലിൻ ഫെർമെന്റേഷൻ ആണ്. സോ സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ് എന്ന് പറയുന്നത് ഇനുലിൻ ഫെർമെന്റർ അല്ല, നോട്ട് ആൻ ഇനുലിൻ ഫെർമെന്റർ ആണെങ്കിൽ, പക്ഷെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഈസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് മീൻസ് ഇറ്റ്സ് ആൻ ഇനുലിൻ ഫെർമെന്റർ ആണ്. സോ നമ്മളിപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ബയോ എന്ന് വിളിക്കാം. BIO മീൻസ് P ഫോർ ബയൽ സോലുബിലിറ്റി ആൻഡ് I ഫോർ ഇനുലിൻ ഫെർമെന്റേഷൻ ആൻഡ് O ഫോർ ഒപ്റ്റോച്ചിൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മൂന്നും നെഗറ്റീവ് ആണ് ഇതിന്, പക്ഷെ ഇത് മൂന്നും പോസിറ്റീവ് ആണ്. സോ ബയോ പോസിറ്റീവ് ആണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ബയോ നെഗറ്റീവ് ആണ് സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻ. ഇനി നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ക്യാപ്സ്യൂളിനെ പറ്റിയാണ്. ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് പോളിസാക്കറൈഡ്സ് കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ക്യാപ്സുലാർ പോളിസാക്കറൈഡ്സ് ഒരു 90 തരം 90 to 100 എന്നൊക്കെ പറയാം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉണ്ട്. സോ ഇതിനെ നമ്മൾ വിളിക്കുക SSS ടൈപ്പിംഗ് എന്നാണ്. SSS ടൈപ്പിംഗ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് സ്പെസിഫിക്. S ഫോർ സ്പെസിഫിക് ആണ്. അടുത്ത S
സോലുബിൾ ആണ്, സോലുബിൾ സബ്സ്റ്റൻസ് ബേസ്ഡ് ടൈപ്പ് ആണ് നമ്മൾ ചെയ്യുക. ന്യൂമോകോക്കയെ ഒരു 90 തരമാക്കി തിരിക്കാം. ആൻഡ് ഈ ന്യൂമോകോക്ക ക്യാപ്സ്യൂൾ ഉള്ളവയുണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ക്യാപ്സ്യൂൾ ഉള്ളവയും ചിലതിന് ക്യാപ്സ്യൂൾ ഇല്ലാത്തതുണ്ട്. നോൺ ക്യാപ്സ്യൂലേറ്റഡ് എന്ന് നമുക്ക് തൽക്കാലം വിളിക്കാം. ക്യാപ്സ്യൂൾ ഉള്ളതിനെ ക്യാപ്സുലേറ്റഡ് എന്നും നമുക്ക് വിളിക്കാം. ക്യാപ്സുലേറ്റഡിനെ നമുക്ക് സ്മൂത്ത് എന്നാണ് വിളിക്കുക, സ്മൂത്ത് ആണ്. ആൻഡ് ഇതിനപ്പം നമുക്ക് റഫ് ടൈപ്പ് എന്ന് നമുക്ക് വിളിക്കാം. ക്യാപ്സുലേറ്റഡ് ആണ് ദിസ് വിറുലന്റ് ടൈപ്പ്, ഇത് വിറുലന്റ് ആണ്, ഇത് നോൺ വിറുലന്റ് ഓർ എവിറുലന്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ആൻഡ് ഇതൊരു ജനറ്റിക് വേരിയേഷൻ ആണ്. ആക്ച്വലി ക്യാപ്സ്യൂൾ ഉണ്ട്. ക്യാപ്സുലേറ്റഡിനെ നമുക്ക് ഇങ്ങോട്ട് നോൺ ക്യാപ്സുലേറ്റഡ് ആക്കാം, ഇങ്ങോട്ട് ക്യാപ്സുലേറ്റഡും ആക്കാം. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ ട്രാൻസ്ഫർമേഷൻ എന്ന് വിളിക്കുക. ട്രാൻസ്ഫർമേഷൻ ഓഫ് ക്യാപ്സുലേറ്റഡ് 1 to നോൺ ക്യാപ്സുലേറ്റഡ് ഓർ തിരിച്ചിങ്ങോട്ടേക്കും. ആൻഡ് ഇത് കണ്ടുപിടിച്ചത് ഗ്രിഫിത്ത് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഗ്രിഫിത്ത് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്. ഓൺ റിപ്പീറ്റഡ് സബ് കൾച്ചറിൽ ഇത് ഇങ്ങനെ സംഭവിക്കാം. സോ ദിസ് ക്യാപ്സ്യൂൾ ആണ് ക്രൂഷ്യൻ ഫാക്ടർ ആസ് എ വിറുലന്റ് ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് പ്രൊട്ടക്ട് ദിസ് ബാക്ടീരിയ ഫ്രം ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന സംഭവം ഈ ക്യാപ്സ്യൂൾ ആണ്. ഇനി ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ വളരുന്നത് ഒരു ആവറേജ് ടെമ്പറേച്ചറിലാണ്, നോർമൽ ടെമ്പറേച്ചറിലാണ്. ആൻഡ് മോയിസ്റ്റ് ഹീറ്റ് ഒരു 55 ഡിഗ്രിയിലധികം മോയിസ്റ്റ് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ചത്തുപോകും. ആൻഡ് മോസ്റ്റ് ഡിസ്ഇൻഫെക്റ്റന്റ് ക്യാൻ കിൽ ഓൾസോ. സോ ദിസ് എ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം ആണ് ഇത്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിൽ പിന്നെ ഉള്ളത് IgA പ്രോട്ടിയേസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. IgA പ്രോട്ടിയേസ് ദിസ് ക്യാൻ ക്ലീവ് ഹ്യൂമൻ IgAനെ ഇത് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കോളനൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ദെൻ ന്യൂമോലൈസിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ സ്ട്രെപ്റ്റോലൈസിൻ പോലെ ന്യൂമോലൈസിൻ ടോക്സിൻസ് ഉണ്ട്, ഇമ്മ്യൂണോജെനിക് ആണ്, ടോക്സിൻ ആണ്. ദെൻ ദിസ് ക്യാൻ അഫക്ട് നമ്മുടെ സീലിയറി സെൽസ്, മൂക്കിനകത്തുള്ള സീലിയറി സെൽസ്, ദെൻ പോളിമോർഫോന്യൂക്ലിയർ ഓർ ന്യൂട്രോഫിൽ സെൽസിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഓട്ടോലൈസിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓട്ടോലൈസിൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് ചാവും എന്നുള്ള കാര്യം പറഞ്ഞു. ദെൻ സെൽ സർഫസിൽ M പ്രോട്ടീൻ ഉണ്ട്, M പ്രോട്ടീൻ. സോ ഫാഗോസൈറ്റോസിസിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സഹായിക്കുന്നതാണ് ദിസ് M പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ വിരിഡൻസിൽ ഉദാഹരണത്തിന് സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസിനകത്തൊക്കെ അവർക്ക് ബയോഫിലിം ഉണ്ടാക്കാം. ബയോഫിലിം നമ്മൾ ഓൾറെഡി സ്റ്റെഫലോകോക്കസിലൊക്കെ പറഞ്ഞതാണ്. ദെൻ ഇറ്റ് ഹാസ് ഓൾസോ ഗോട്ട് ഡെക്സ്ട്രാൻസ് ഉണ്ട്, ഡെക്സ്ട്രാൻ. സോ ഇവിടെ പ്രൈമറി ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഓറോഫാരിങ്സ് ആണ്. ഓറോഫാരിങ്സ് ഇൻ അവർ ബോഡിയാണ്. ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സാധാരണ ഡെന്റൽ പ്രൊസീജിയർ ആണ്. ഡെന്റൽ പ്രൊസീജിയേഴ്സിലൂടെയാണ് ദിസ് വിരിഡൻസ് പകരുന്നത്. ഇനി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ വഴി ഉണ്ടാകുന്ന രോഗങ്ങൾ പറഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും വളരുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഡ്രോപ്ലെറ്റ് വഴിയാണ്. ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ കോണ്ടാക്ട്സ് വഴിയൊക്കെയാണ് പകരുക. ആൻഡ് പ്രധാന രോഗങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് COMPS എന്ന് പറയുന്ന ഒരു ന്യൂമോണിക് എഴുതി കഴിഞ്ഞാൽ C ഫോർ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. O ഫോർ ഓട്ടൈറ്റിസ് മീഡിയ ആണ്. ആൻഡ് N ഈസ് മെനിഞ്ചൈറ്റിസ് ആണ്. ആൻഡ് P നമുക്ക് ഓൾറെഡി അറിയാം, ന്യൂമോണിയെ ആണ് ഉണ്ടാക്കുക. ആൻഡ് S ഫോർ സൈനുസൈറ്റിസ് ആണ് ഉണ്ടാക്കുക. സോ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഓട്ടൈറ്റിസ് മീഡിയ. ഓട്ടൈറ്റിസ് മീഡിയ ഒക്കെ ഉണ്ടാക്കുന്നതിന് മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഇതാണ്. എസ്പെഷ്യലി പിള്ളേരിൽ ചെവിയുടെ ഉള്ളിലെ പഴുപ്പാണ് ഓട്ടൈറ്റിസ് മീഡിയ. ദെൻ ഓൾസോ സൈനുസൈറ്റിസ് ഉണ്ടാക്കും, മാസ്റ്റോയിഡൈറ്റിസ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. ഇനി മെനിഞ്ചൈറ്റിസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഏജ് ഗ്രൂപ്പ്, എല്ലാ ഏജ് ഗ്രൂപ്പ് കൂട്ടി കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺ കോസ് ഓഫ് മെനിഞ്ചൈറ്റിസ് ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് നമുക്ക് പറയാം. പക്ഷേ നിയോനേറ്റ്സിൽ നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചു, സ്ട്രെപ്റ്റോകോക്കസ് അഗലാക്റ്റിയ ആണ് നിയോനേറ്റ്സിൽ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ന്യൂമോണിയ ഇൻ ഓൾ ഏജ് ഗ്രൂപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ന്യൂമോണിയ ഇൻ HIV പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിലും ഇത് തന്നെയാണ്, ന്യൂമോകോക്കസ് തന്നെയാണ്. പക്ഷേ ഇഫ് CD4 ലെവൽ ഈസ് ലെസ് ദാൻ 200, 200 താഴെയാണെങ്കിൽ അപ്പ് ഉണ്ടാക്കുന്നത് ഇതല്ല. അപ്പ് ഉണ്ടാക്കുന്നത് നമ്മളുടെ ന്യൂമോസിസ്റ്റിസ് കരീനി അല്ലെങ്കിൽ പുതിയ പേര് ജെറോവിക്കി എന്ന് പറയുന്നതാണ് അത് ഉണ്ടാക്കുക. ഇനി കമ്മ്യൂണിറ്റി അക്യൂട്ട് ന്യൂമോണിയ പ്രധാനമായിട്ടുണ്ടാക്കുന്നതും ഈ ന്യൂമോകോക്കസ് തന്നെയാണ്. ഇനി ന്യൂമോണിയയിൽ ലോബാർ ഓർ ടിപ്പിക്കൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നതും നമ്പർ 1 കോസ് ആരാന്ന് ചോദിച്ചാൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ തന്നെയാണ്. അഡൽട്ടിൽ ഉണ്ടാക്കുന്നത് സീറോടൈപ്പ് 1 to 12 ആണ് പ്രധാന കാരണമെങ്കിൽ കുട്ടികളിൽ ചിൽഡ്രനിൽ പ്രധാന കാരണം 6, 14, 19, 23 സീറോടൈപ്പ് ആണ് നമ്മൾ പറഞ്ഞു. 90ഓളം സീറോടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇങ്ങനെയുള്ള ന്യൂമോണിയ ആയിരിക്കും അവരിൽ ഉണ്ടാക്കുക. പക്ഷെ എട്ടിപ്പിക്കൽ ന്യൂമോണിയ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന ആരായിരുന്നു? എട്ടിപ്പിക്കൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നത് മൈക്കോപ്ലാസ്മ ആണ്. മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി വൈറൽ ഇൻഫെക്ഷൻസ് ശേഷം ഉണ്ടാകുന്ന സെക്കൻഡറി ഇൻഫെക്ഷൻ മൂലമുള്ള ബ്രോങ്കോ
ബ്രോങ്കോ ന്യൂമോണിയയിൽ ഇതുണ്ടാക്കാം. ദെൻ എംഫീമ പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കാം. ദെൻ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് കാണും, കഫ് കാണും, ചെസ്റ്റ് പെയിൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ശ്വാസകോശത്തിൽ വീക്കം ഉണ്ടാക്കുന്ന രോഗമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഇനി വിരിഡൻസ് മൂലം ഉണ്ടാകുന്ന രോഗം, വിരിഡൻസ് മൂലം ഉണ്ടാകുന്ന പ്രധാനമായിട്ടും സെയ്ബ് ആണ്. സെയ്ബ് മീൻസ് സബ് അക്യൂട്ട് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ് ആണ് ഇത് മൂലം ഉണ്ടാകുന്നത്. മോസ്റ്റ് കോമൺ കോസ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ് ആണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. സോ ഇവയിലുള്ള ഡെക്സ്ട്രാൻസ് നമ്മൾ പറഞ്ഞു, ഡെക്സ്ട്രാൻസ് ഹൃദയത്തിലെ വാൽവിൽ എക്സെട്ര കവറിൽ പ്ലേറ്റ്ലെറ്റ് ഫൈബ്രിൻ ആ കോംപ്ലക്സിന്റെ പുറത്ത് വന്ന് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിരിക്കും. ആൻഡ് ദിസ് ബിക്കോസ് ഓഫ് ദിസ് ക്യാൻ ഫോം ബയോഫിലിം. പ്രോസ്തെറ്റിക് വാൽവിലൊക്കെ ചെന്ന് ഒട്ടിച്ചേരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. സോ അപ്പൊ ഉണ്ടാകുന്നത് ലേറ്റ് ഓൺസെറ്റ് പ്രോസ്തെറ്റിക് വാൽവ് എൻഡോകാർഡൈറ്റിസ് ഉണ്ടാകാം. എന്ന് പറയുമ്പോൾ ലേറ്റ് ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തിനൊക്കെ ശേഷമാണ് ഉണ്ടാകുന്നത്. റീപ്ലേസ്മെന്റ് ഓഫ് വാൽവിന് ശേഷം 1 വർഷം ശേഷം. ഇഫ് ഇറ്റ് ഈസ് ഏർലി ഓൺസെറ്റ് ആണെങ്കിൽ ഈ കാരണം ഇതല്ല, അത് സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ് ആണ് എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ദെൻ അക്യൂട്ട് ആണെങ്കിലോ, അക്യൂട്ട് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ് ഉണ്ടാക്കുന്നത് ഇവയാളല്ല, അത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ് അതുണ്ടാക്കുന്നതെന്നും കൂടി നമുക്കൊന്ന് ഓർത്ത് വെച്ചേക്കാം. സോ ഇതുണ്ടാക്കുന്നത് സെയ്ബ് ആണ്. ഇനി സാങ്ക്യൂസ്, സ്ട്രെപ്റ്റോകോക്കസ് സാങ്ക്യൂസും മ്യൂട്ടൻസ്, എസ്പെഷ്യലി മ്യൂട്ടൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡെന്റൽ കാരീസ് ആയിട്ട് അസോസിയേറ്റഡ് ആണ്. സോ ഡെന്റൽ സർജറീസിനൊക്കെ ശേഷം ഒരു 3 വർഷത്തിന് ശേഷം എൻഡോകാർഡൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മ്യൂട്ടൻസോ സാങ്ക്യൂസ് ഒക്കെ മൂലമാകാം. സോ അപ്പോൾ നമ്മൾ ബ്ലഡ് കൾച്ചർ ചെയ്ത് നോക്കുക. 2 അല്ലെങ്കിൽ 3 തവണ ഉള്ള സെറ്റ് ഓഫ് ബ്ലഡ് കൾച്ചർ നമുക്ക് ചെയ്യാം. എയറോബിക്കും അനൈറോബിക്കും ഒക്കെ ചെയ്യണം എന്നാണ് അതിന്റെ ഗൈഡ് ലൈൻസ്. സോ അപ്പോൾ നമുക്ക് മ്യൂട്ടൻസ് ഒക്കെ നമുക്ക് അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ന്യൂമോകോക്കൽ വാക്സിൻസിനെ കൂടി പറഞ്ഞ് നമുക്ക് അങ്ങ് നിർത്താം. സോ ആദ്യത്തെ വാക്സിൻ വന്നത് PPV ആണ്. PPV മീൻസ് ന്യൂമോകോക്കൽ പോളിസാക്കറൈഡ് വാക്സിൻ ആണ് ആദ്യം വന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു 23 സബ് ടൈപ്സിന് എതിരെ, സീറോടൈപ്സിന് എതിരെ ഫലമുള്ളതാണ് ഈ PPV വാക്സിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് നൽകുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും സ്പ്ലീനെക്ടമി കഴിഞ്ഞാൽ സ്പ്ലീൻ മുറിച്ചു മാറ്റുക, സർജറിക്കൊക്കെ ശേഷം ന്യൂമോണിയ വരുന്നത് തടയാനാണ്. 2 വയസ്സിൽ താഴെയുള്ളവരിലല്ല, 2 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ്. ഒറ്റ ഒരു ഇഞ്ചക്ഷൻ മാത്രം കൊടുത്താൽ മതി ഇവർക്ക് PPV എന്ന് പറയും. ആൻഡ് രണ്ടാമത് വന്നത് PCV വാക്സിൻ ആണ്. PCV വാക്സിൻ എന്ന് പറയുന്നത് ന്യൂമോണിയ കോൺജുഗേറ്റ് വാക്സിൻ ആണ്. ന്യൂമോണിയ കോൺജുഗേറ്റ് വാക്സിൻ ആണ്. ആൻഡ് ഈ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഡിഫ്തീരിയ ടോക്സോയിഡ് ആണ് ഇതിനകത്ത് ചേർക്കുന്നത്. ആൻഡ് കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിനകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്സിൻ ആണ് ഇത്. ഇതൊരു 13 സബ് ടൈപ്സിന് എതിരെ, സീറോടൈപ്സിന് എതിരെ ഫലമുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഗിവൺ ഇൻ ചിൽഡ്രൻ ബിലോ 2 ഇയേഴ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ ഇൻഫന്റ്സ് ടോഡ്ലേഴ്സിലൊക്കെ കൊടുക്കുന്നതാണ്. സാധാരണ കൊടുക്കുന്ന ഫസ്റ്റ് 6 വീക്സിന് ശേഷം കൊടുക്കും. പിന്നെ ഒരു 14 വീക്കാണ്. 14 വീക്കിന് ശേഷം പിന്നെ ഒരു 9th മന്തും ആണ് കൊടുക്കുക. സോ ഫസ്റ്റ് ഇയറിൽ തന്നെ അതിന്റെ ആദ്യത്തെ ഡോസെങ്കിലും മിനിമം കൊടുത്തിരിക്കണമെന്നാണ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഒരു 8 വീക്സ് ഇടവിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ഷെഡ്യൂൾ കൂടിയാണ് ഉള്ളത്. സോ ഇഞ്ചക്ഷൻ IM ഇഞ്ചക്ഷൻ ആണ്, തൊടയിലേക്കായിരിക്കും കുട്ടികളുടെ കൊടുക്കുക. ദെൻ പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് കോക്ലിയർ ഇംപ്ലാന്റ്സ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾ ഓട്ടൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് ന്യൂമോണിയ മെനിഞ്ചൈറ്റിസ് ഒക്കെ ഒന്ന് മരണകാരണമാവാതിരിക്കാനായിട്ടാണ് ഇത് വളരെ ന്യൂമോകോക്കൽ ഇൻഫെക്ഷൻ വന്ന് മരണം ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് വാക്സിനേഷൻ ഉണ്ടാകുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ന്യൂമോകോക്കസ് ഓർ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ് ആൽഫ ഹിമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.